ഇന്നത്തെ എപ്പിസോഡിൽ അവിടെ പവർ ടീം അംഗങ്ങൾ ചേർന്നുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരെയും പ്രാങ്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഹൊറർ പ്രാങ്ക് ആണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ ബേബി ഹൗസിനുള്ളിൽ പ്രേതങ്ങളുണ്ട്, ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവരവിടെ എല്ലാവരുടെ അടുത്തിരുന്ന് പറയുന്നുണ്ട്, ഇവിടെ എന്തോ ഒരു ശക്തി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇരുന്നുകൊണ്ട് അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഋഷിയുടെ അടുത്തും എല്ലാവരുടെ അടുത്താണ് ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഋഷി ആണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ കേൾക്കാൻ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇരുന്ന് കേൾക്കുന്നുണ്ട്. ഋഷി ആണെങ്കിലും ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും നൂറയാണെങ്കിലും എല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ അറിയാവുന്ന ഈ പ്രാങ്ക് നടത്തുന്നത് അറിയാവുന്നത് വളരെ ചുരുക്കം പേർക്കാണ്. ഒന്ന് പവർ ടീമിലെ അംഗങ്ങൾക്കും പിന്നെ അഭിഷേകിന് അറിയാം. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഗബ്രി ഒന്ന് കളിക്കുന്നുണ്ട് അവിടെ. അപ്പൊ എല്ലാവരും കൂടിയിട്ട് ഇതിങ്ങനെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഋഷിയാണെങ്കിൽ ഇത് മുഴുവൻ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാവരും സെയിം ആയിട്ടൊരു കാര്യം പറഞ്ഞു. ബാത്റൂം ഏരിയയിൽ മിററിനെ എന്തൊരു അദൃശ്യ ശക്തിയുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ മിററിൽ നിന്നിട്ട് നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഋഷിയുടെ മനസ്സിലേക്ക് കൊണ്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് എല്ലാവരും സെയിം കാര്യം പറഞ്ഞു. അല്ല, അവർക്ക് ചിലത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ആ മിററിന് എന്തൊരു പ്രത്യേകത അവിടെ ചിലർക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ അവിടെ ഹൊറർ എന്നുള്ള ലെവലിൽ പറഞ്ഞതല്ല അവര്. പക്ഷെ എല്ലാവരും സെയിം കാര്യം പറഞ്ഞപ്പോൾ ഋഷിയുടെ മനസ്സിലേക്ക് അത് വല്ലാതെ കയറി. ഋഷി അതങ്ങ് കയറി വിശ്വസിച്ചു. ഋഷി മാത്രമല്ല, അവിടെ എല്ലാവർക്കും ചെറിയൊരു പേടി തട്ടിയിട്ടുണ്ട്. പിന്നീട് ജാസ്മിൻ രാത്രി ബാത്റൂമിൽ പോകാനായിട്ട് ഋഷീനെ കൂട്ട് വിളിച്ചിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഋഷിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ പുറത്ത് നിന്നേക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ ബാത്റൂമിലേക്ക് പോകുന്നത്. പുറത്ത് നിൽക്കുന്ന നമ്മുടെ ഋഷി അവിടെ കിടന്ന് സംസാരിക്കുന്ന കേട്ടോ എൻ്റെ പൊന്നോ, ചിരിച്ചിരിച്ച് ഞാനൊരു വഴിക്കായി. ഋഷി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. പുല്ലന്മാര് ഒരു കാര്യം പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കൊരു കണ്ണാടിയിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ദൈവമേ. ഓ വൃത്തികെട്ടവന്മാര് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഇനി എന്താ ചെയ്യുക, മുകളിലേക്ക് നോക്കാം. എന്ന് വെച്ചാൽ അവിടെ ബാത്റൂം ഏരിയയിൽ ഫുള്ള് കണ്ണാടിയാണല്ലോ. അപ്പൊ അവന് നോക്കാൻ പേടിയിട്ട് നോക്കുന്നേ ഇല്ല ഋഷി. അപ്പൊ പറയുന്ന ഡയലോഗാണ്, ഈ പുല്ലന്മാർ ഓരോന്ന് പറഞ്ഞിട്ട് കണ്ണാടി നോക്കാമോ, ഇനി മുകളിലേക്ക് നോക്കാം, വൃത്തികെട്ടവന്മാരെന്ന് പറയാണ്. എന്നിട്ട് പറയണം, ഇന്ന് രാത്രി ഇനി ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പേടിച്ചിട്ട് അങ്ങോട്ട് നടക്കണം. ആ സമയത്താണ് ജാസ്മിൻ ബാത്റൂമിന് ഡോർ തുറന്നത്. ഡോർ തുറന്ന വഴിക്ക് ഋഷി പേടിച്ചിട്ട് ഞെട്ടുന്നുണ്ട്. ഋഷിയുടെ ഞെട്ടൽ കേട്ട വഴിക്ക് ജാസ്മിൻ ഓളിയിടും. ആ ഓളിയിടല്ലേ ഋഷി കയറിയിട്ട് ഓളിയിടും. രണ്ടെണ്ണം പേടിച്ചിട്ട് ഓളിയിടുന്ന ഒരു സീനുണ്ട് എപ്പിസോഡില്. എന്റെ പൊന്നോ, ചിരിച്ചിരിച്ചൊരു വഴിക്കായി. ഋഷി സത്യം പറഞ്ഞു കഴിഞ്ഞാലേ അത് ഫുള്ളായിട്ട് അങ്ങ് മനസ്സിലേക്ക് എടുത്തു. അത് ഫുള്ളായിട്ട് വിശ്വസിച്ചിട്ടാണ് വലിയ ധൈര്യത്തിൽ ജാസ്മിനെ കൂട്ടുവന്നിട്ട് ബാത്റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ആ ഋഷിക്ക് കണ്ണാടി നോക്കാനും വയ്യ, ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ടുള്ള ടെൻഷനും. നല്ല രസമായിട്ടുണ്ട് ആ ഋഷിയുടെ ഡയലോഗും സീനൊക്കെ കാണാനായിട്ട്.